ഹലോ ഫ്രണ്ട്സ്, CP ഡോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ബുള്ളറ്റിൻ്റെ ലൈനർ മാറ്റുകയാണ്. അച്ഛൻ്റെ ലൈനർ ഇതാണ്, ബുള്ളറ്റിൻ്റെ തന്നെയാണ് മേടിച്ചത്. റോയൽ എൻഫീൽഡ് നോക്കേണ്ടത് ആണ് സാധനം. ഈ സാധനം നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അയച്ച് വെക്കുമ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ആക്കുകയും ചെയ്യാം. മൊത്തം ടയറൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മളെ ബുള്ളറ്റിൻ്റെ ഈ ലിവർ ഭയങ്കര ഇത് ഇളക്കായിരുന്നു. പിന്നെ ഇത് ഇളക്കുമ്പോൾ അതിൻ്റെ കേബിളുകളൊന്നും വർക്ക് ചെയ്യണില്ല. ഇത് നമ്മളെ ടൂൾസുകളാണ്. പിന്നെ അതിന് ഇങ്ങനെ ഒരു ഭാഗത്ത് 2 ബോൾട്ടാണ് വരൽ. അങ്ങനെ 2 അയച്ചെടുക്കണം. അങ്ങനെ ടോട്ടൽ 4 ബോൾട്ട് ഉണ്ടാവും. അപ്പോൾ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, എന്നാലും അയച്ചെടുത്തിട്ടോ. അയച്ചെടുത്ത് അതിനൊരു കപ്പായിട്ടുണ്ട്. ആ കപ്പ് കൊണ്ട് ഊരിയതിൻ്റെ ശേഷം ടയർ സാധാരണ എടുക്കുക. സെൻറ്റർ സ്റ്റാൻഡ് ഇടണം. എന്നിട്ടാണ് ഇത് അയച്ചെടുത്തിട്ട് നമ്മൾ നല്ലൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം. സെൻറ്ററിലൊരു ബോൾട്ട് ഉണ്ട്, കുറച്ച് വലിപ്പമുള്ളതാണ്. അത് ആദ്യമായിട്ട് അയച്ചെടുത്തു. അയച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ലൈനറിൻ്റെ ഈ കപ്പാണ്. ഈ കപ്പ് കൊണ്ട് എടുത്ത് വെച്ചിട്ട് നമ്മളതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ല തുടച്ച് നന്നാക്കി. പിന്നെ നമ്മൾ അതിൻ്റെ 2 ഫ്രിങ് ഉണ്ട് 2 ഭാഗത്ത്. ആ 2 ഫ്രിങ് കൂടെ ഊരിയെടുത്തു. പിന്നെ അത് ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ 2 ബോൾട്ട് ഉണ്ട്. നമ്മളെ കേബിൾ കൊടുക്കുന്ന സാധനം അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് തന്നെ. അതും തമ്മിൽ 2 ആ 2 ഊരിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ലൈനർ കൊടുക്കേണ്ട സ്ഥലമാട്ടത്. പിന്നെ ഈ സാധനം ഇതിൻ്റെ വണ്ടീൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്റ്റക്കായി കിടക്കുന്നത്, പൊടിയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ നമ്മൾ മെയിൻ അയക്കേണ്ട ഇത് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഇത് നല്ല ഗ്രീസൊക്കെ ഇട്ട് നല്ല ഗ്രീസ് ഇട്ടാണ്. കാരണം എന്താ, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നല്ല സ്വസ്ഥമായിട്ട് ചെയ്യുന്നതൊക്കെ തുടച്ച് നല്ല വൃത്തിയിൽ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നല്ല, ഇല്ലയെന്നല്ല. ചില വർഷമൊക്കെ കൊടുത്താൽ നമുക്ക് ജഗ പുകയിലാവുന്നത് എടുക്കലുണ്ടാവില്ല. അപ്പോൾ ഒന്നിനും നേരം ഉണ്ടാവില്ല, അവർക്ക് അടുത്ത വണ്ടി വന്ന് എടുക്കുകയാണ്. നമ്മൾ ചെയ്യുമ്പോൾ നല്ല സ്വസ്ഥമായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഗ്രീസൊക്കെ ഇട്ട് നല്ല സാവധാനത്തിലാണ് ഇതിൻ്റെ ലൈനർ ഫിറ്റ് ചെയ്തിട്ടോ. ആ ഉള്ളൊക്കെ തുടച്ച് നന്നാക്കി നമ്മളിത് ഇട്ടിട്ട് കറക്കി വെക്കുമ്പോൾ സ്മൂത്തായി കറങ്ങുന്നുണ്ട്. അവിടെ സ്റ്റക്ക് ആവണമെന്നില്ല, നല്ല കറങ്ങുന്നുണ്ട്. പിന്നെ സെൻറ്ററത്തെ ബോൾട്ട് ഞാൻ ഇടുമ്പോൾ ചെറുതായിട്ട് ഗ്രീസ് ഇട്ടാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും അയക്കേണ്ട ഒരു വന്നാൽ എന്നാൽ തുരുമ്പ് പിടിക്കേണ്ട വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ കേബിൾ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എല്ലാം നമുക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. വർക്ക് ചെയ്യാനും വലിയ സാധനം ആയതുകൊണ്ട് മൈനോട്ട് സാധനങ്ങളൊന്നുമല്ല. ഒക്കെ വലിയ ബോൾട്ടും വലിയ കാര്യങ്ങളൊക്കെ ബുള്ളറ്റിൻ്റെ പണി എടുക്കാനും നല്ല സുഖമാണ്. അങ്ങനെ ഞങ്ങൾ ഈ 2 ബോൾട്ട് ഇട്ടു. പിന്നെ ഞാൻ ഏതായാലും കൊണ്ടുവന്നല്ല വെച്ചിട്ട് സ്പ്രേ അയച്ചു. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് കളറുണ്ട്, അത് മീറ്റർ കേബിളിൻ്റെ ആണ്. അപ്പോൾ അത് നമ്മൾ ബ്ലാക്കാണ്. അപ്പോൾ അതിന് മാസ്കിൻ ടൈപ്പ് കൊണ്ട് കവർ ചെയ്തു. എന്നിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് അടിക്കും കേട്ടോ. ടയർ ഊരിയിട്ട് വേറെ എങ്ങോട്ട് സ്പ്രേ ആകുകയെന്ന് പറയുമ്പോൾ നമ്മളവിടെ മുറ്റത്ത് കട്ടച്ചെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ പൊടിയൊന്നും വല്ലാതെ പാറണമെന്നില്ല. ഈ സ്പ്രേ ആയതുകൊണ്ട് എല്ലാവർക്കും അടിക്കുക. ഇത് ഞാനിവിടെ മേടിച്ചാണ് 140 രൂപയാണ് ഇതിന്. നിങ്ങൾക്ക് എന്താ റേറ്റ് എന്ന് അറിയില്ല, നിങ്ങളവിടെയൊക്കെ എന്താ റേറ്റ് എനിക്കറിയില്ല കേട്ടോ. സ്വസ്ഥമായിട്ട് അടിച്ച് സാവധാനത്ത് അടിച്ചാൽ മതി. നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ അടിച്ചു. പിന്നെ അപ്പോൾ തന്നെ ഞാനിതിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ ഈ ഭാഗം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഭാഗം പേപ്പർ കൊണ്ടൊക്കെ, ബാക്കി ഭാഗമൊക്കെ മറുകാടൊക്കെ പേപ്പർ കൊണ്ട് കവർ ചെയ്തു. എന്നിട്ട് ഈ ഭാഗം സ്പ്രേ ചെയ്തു. സ്വസ്ഥമായിട്ട് സാവധാനത്ത് ചെയ്യട്ടോ. നമുക്ക് ധൃതിയൊന്നുമില്ലല്ലോ. നമുക്ക് എവിടെയൊക്കെയാണ് നോക്കി ഇങ്ങനെ അടിക്കുക. ഈ പെയിൻറ്റിങ്ങിനും അല്ലാതെ ക്യാഷ് ആവാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീറ്റർ കേബിളിൻ്റെതാണ്. അതിൻ്റെ അവിടുത്തെ മാസ്കിൻ ടൈപ്പ് കുറച്ചു. ആ ടയർ ഫിറ്റ് ചെയ്തു. അതേപോലെ നമ്മൾ പിന്നെ അയച്ചെടുത്ത എല്ലാ സാധനങ്ങളും സ്പ്രേ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ആ ഭാഗമല്ല വൃത്തിയുണ്ട് കാണാൻ. അങ്ങനെ 4 ബോൾട്ട് ഇട്ടു. പിന്നെ അതിൻ്റെ കേബിളും ഫിറ്റ് ചെയ്തു. നല്ല ടൈറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ കേബിൾ ഇട്ടു. കേബിൾ ഇട്ടതിന് ശേഷം ഇപ്പോൾ വണ്ടി മുന്നിൽ കാണുമ്പോൾ നല്ല വൃത്തിയായി. പിന്നെ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ലിവർ കണ്ട നല്ല സ്മൂത്തായി. പിന്നെ ബാക്ക് ഭാഗം നോക്കണ്ട, മുൻഭാഗം ഓക്കെയാണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.